കൊച്ചമ്മ എന്താടാ ഇന്നലെ കാർ കഴിയുന്നതല്ലേ ഇന്നും കഴിയണോ? അത് ശരി. കഴിഞ്ഞ മാസം നിനക്ക് ശമ്പളം തന്നില്ലേ? തന്നു. അപ്പൊ ഈ മാസം വേണോ? വേണം. വേണമല്ലോ. ആ കഴിയട്ടെ. അത് കേക്കണം, അതെനിക്ക് കേക്കണം, എനിക്ക് ഇവിടെ കേക്കണം, അതിനാണ്. കൊച്ചമ്മ ഓ സവാളയ്ക്ക് വില കൂടി കൂടി വരെയാണ്. ഇങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോവും? എങ്ങോട്ട് പോകുന്നു? അല്ല, സവാള നമുക്ക് ഉപയോഗിക്കണോ വേണ്ടെന്ന് ചോദിച്ചത്. ഒരു കാര്യം ചെയ്, സവാള ഇല്ലാത്ത കറി ഉണ്ടാക്കിയാ മതി. അല്ല, കൊച്ചമ്മയ്ക്ക് എല്ലാത്തിനും സവാള വേണം, അതുകൊണ്ടാണ്. പ്രോട്ടീൻ ഉണ്ടെന്ന് പറയാം, അതുകൊണ്ടാണ്. പുസ്തകം വായിക്കാൻ സമ്മതിക്കില്ല. ഓ അല്ല, എന്തായി ബിസിനസ് ഒക്കെ? അല്ല, അമ്മ ഒന്നും പറഞ്ഞില്ല. അല്ല, ഞാൻ തുടങ്ങണ്ടെന്ന് പറഞ്ഞ തുടങ്ങണ്ട അത്ര തന്നെ. അത് ഞാൻ നിന്നോടെ ചോദിച്ചോ? ഞാൻ ഇവിടെ പിള്ളേരോടല്ലേ സംസാരിക്കുന്നേ? കൊച്ചമ്മ എന്റെ അടുത്തല്ല ചോദിച്ചത്, മക്കളടുത്താ ചോദിച്ചത്. നിങ്ങൾ പറഞ്ഞാ മതി. തുടങ്ങണ്ടെന്ന് ഇപ്പൊ അമ്മ നിർബന്ധം പറയുവാണെങ്കിൽ അമ്മയെ ധിക്കരിച്ച് ഞങ്ങളൊന്നും ചെയ്യത്തില്ല, നമുക്ക് അറിയാലോ. അയ്യോ, എന്റെ പൊന്നോൻ എന്ന് മുതലാ ഇത്ര വലിയ സൽപുത്രനായി മാറിയത്? മുത്തു, ഇതൊക്കെ കേൾക്കുന്നുണ്ടോടാ? കേൾക്കുന്നുണ്ട്. ഇനി കേട്ടിട്ട് ചിരിച്ചു കഴിഞ്ഞാൽ കൊച്ചമ്മേലെ വായിരിക്കുന്ന മൊത്തം ഞാൻ കേൾക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാ ഞാൻ ഉണ്ടായിരിക്കുന്നത്. അയ്യോ പാവം, ഇതുവരെ എല്ലാം ഉണ്ടായിരിക്കുമായിരുന്നു. അല്ലടാ കുഞ്ഞേ, എനിക്ക് ഇതിനെപ്പറ്റി ഒരു കാര്യമേ നിങ്ങളോട് പറയാനുള്ളൂ. ഈ ഉരുപ്പടി പണയം വെച്ച് പലിശയ്ക്ക് കൊടുക്കുന്നത് അതൊക്കെ നല്ല കാര്യം. പക്ഷെ പിന്നീട് അത് ആധാരം വാങ്ങിച്ചു, മനസ്സിലായോ, വണ്ടിയുടെ ബുക്ക് വാങ്ങിച്ചും അതിനൊന്നും നിൽക്കരുത്. അങ്ങനത്തെ ഒരു പരിപാടിയും എനിക്കിഷ്ടമല്ല. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ സമ്മതിക്കാം. എന്റെ പൊന്നയ്യോ, എന്റെ ഈശ്വര. അപ്പൊ ഇക്കണക്കിന് മക്കളെ ഒരു ഉമ്മ കിട്ടണമെങ്കിൽ ദിവസം ഓരോ കാര്യങ്ങൾക്ക് അനുവാദം തരണം, അല്ലേ? കൊള്ളാം മക്കളെ, കൊള്ളാം കേട്ടോ. ബാക്കി ചർച്ചയും കൂടെ. അയ്യോ, പിന്നെ ചർച്ച നടക്കട്ടെ. അയ്യോ, എല്ലാം കേട്ടല്ലേ? കൊച്ചമ്മ സമ്മതിക്കൂല, അത് ശരിയാവൂലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ സമ്മതം കൊടുത്താ? എടാ, സമ്മതം കൊടുത്തെന്ന് പറഞ്ഞ് വല്ലതും നടക്കൂ? പ്ലാനിങ് മാത്രമേ നടക്കൂ. എന്റെ പിള്ളേരെ കുറിച്ച് എനിക്ക് അറിഞ്ഞൂടെ? പിന്നെ അല്ല, ഇപ്പൊ നടക്കും. അവിടെ രണ്ടുപേര് ഇരിപ്പുണ്ട്. എല്ലാം ഒത്തു വരുമ്പോഴത്തേക്ക് ഒരു വഴിക്ക് പൊക്കോളും. അല്ല, എനിക്കിപ്പോഴാണ് സത്യം പറഞ്ഞ ആശ്വാസമായത്. കൊച്ചമ്മ വാക്ക് പറഞ്ഞ വാക്കാണ്, അതാണ് മാറ്റി പറഞ്ഞതാണ് ഞാൻ പേടിച്ചത്. അയ്യോ, നിന്റെ ഉടനെ വെറുതെ ആര് വാക്ക് മാറ്റി പറയും? കൊള്ളാം. അയ്യോ, വാക്ക് മാറ്റി പറയാത്ത ഒരു മഹാപുത്രൻ. അയ്യോ, കഷ്ടം. അമ്മയുടെ കയ്യിൽ നിന്ന് അനുമതി കിട്ടിയ സ്ഥിതിക്ക് എന്താ ഇനി അടുത്ത പ്ലാൻ? അടുത്ത പ്ലാൻ വേറൊന്നുമല്ല ഏട്ടത്തി. നമ്മുടെ ഓഫീസിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഷോപ്പ് കിടപ്പുണ്ട്. ആ ഷോപ്പിന് പാർക്കിംഗ് ഉണ്ട്. പിന്നെ അത് നമുക്ക് ഓഫീസിൽ ഒക്കെ കൂടെ. എന്നാ വച്ച് താമസിപ്പിക്കണ്ട, നാളെ തന്നെ അതങ്ങ് പോയി ഫർണിഷ് ചെയ്തിട്ടേ. കൂടെ ഒരു ബോർഡും വെച്ചേരാ, ചന്ദ്രവാസം ഫൈനാൻസ്. കളർഫുൾ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യണം. അപ്പോ നമുക്കൊരു നല്ല അടിപൊളി സെലിബ്രിറ്റിയും കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാം. അതിന്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ ചന്ദ്രഹാസൻ ഗ്രൂപ്പിന്റെ എല്ലാ കമ്പനികളും തുടങ്ങിയപ്പോഴും ഒരാൾ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ടിരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒബ്വിയസ്ലി നമ്മുടെ അമ്മ. അത് കറക്റ്റ്. നിങ്ങളാണ് മക്കൾ. സമാധാനമായി. എന്നാ പിന്നെ നമുക്ക് ആദ്യ വിൽപ്പന സെലിബ്രിറ്റി കൊണ്ടുവന്ന് ചെയ്യിക്കാം. വിൽപ്പനയാ? ഇത് കടയിൽ സാധനം വാക്കി വെച്ചിരിക്കണല്ല. സ്വർണ്ണം ഇങ്ങോട്ട് കൊണ്ടുവരും, അത് പണയം വെക്കാൻ വേണ്ടി വരണതാ. എനിക്കറിയാം. അയ്യോ, ഒന്നും അറിഞ്ഞൂടെ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.